വീടിന്റെ അഡ്രസ്സിൽ തന്നെ എല്ലാ ലൈസൻസും രജിസ്ട്രേഷൻസും ഒക്കെ എടുത്ത് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ബിസിനസ് ആണല്ലേ നമ്മളുടെ ഫുഡ് കാറ്റഗറി ബിസിനസ് എന്നുള്ളത്. നിങ്ങൾക്കറിയാം, ഒരുപാട് കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. വീട്ടിലെ അടുക്കളയിൽ നിന്നൊക്കെ ചെറിയ രീതിയിലൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് വളരെ വലിയ ബ്രാൻഡൊക്കെ ആയിട്ടുള്ളവരെ പറ്റി അല്ലേ. അത്തരത്തിലുള്ള ഒരുപാട് ബ്രാൻഡ് ഉണ്ട് കേട്ടോ. ഏറ്റവും കൂടുതലൊക്കെ വന്നിട്ടുള്ളത് നമ്മുടെ അച്ചാർ, അതുപോലെ തന്നെ ചിപ്സ് ഐറ്റംസ് ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്യാം, എന്തെങ്കിലും പ്രോഡക്റ്റ്, എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ അതിനൊരു ബിസിനസ് ആക്കി മാറ്റാനായിട്ട് സാധിക്കും. അച്ചാർ ആയിക്കോട്ടെ, കേക്ക് ആയിക്കോട്ടെ, ചോക്ലേറ്റ് ആയിക്കോട്ടെ, നമ്മുടെ ചിപ്സ് ആയിക്കോട്ടെ, അങ്ങനെ എന്ത് പ്രോഡക്ട്സിനെ നമുക്ക് മാർക്കറ്റിൽ എത്തിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അതെങ്ങനെയാണെന്നുള്ള സംശയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം അല്ലെ. നമ്മൾ ലൈസൻസിന്റെ സൈഡ് നോക്കുകയാണെങ്കിൽ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ രജിസ്ട്രേഷനും അതുപോലെ തന്നെ പാക്കർ ലൈസൻസും ആണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അത് നമുക്ക് നമ്മുടെ വീടിന്റെ അഡ്രസ്സിൽ തന്നെ എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇത്തരത്തിൽ ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ നമ്മളുടെ പാക്കർ ലൈസൻസും എടുത്താൽ ഏത് മാർക്കറ്റിൽ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് സാധിക്കും. ഇനി അത് മാത്രമല്ല, നമ്മളുടെ അടുത്തുള്ള വീടുകളിലൊക്കെ നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും. അതിന്റെ കൂടെ തന്നെ നമുക്ക് GST രജിസ്ട്രേഷനും കൂടെ ഉണ്ടെങ്കിലോ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള സൈഡിൽ വിൽക്കാം. ആമസോണിലൊക്കെ വിൽക്കുകയാണെങ്കിൽ നമ്മളുടെ കൊച്ചടുക്കളയിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് എവിടെയൊക്കെ എത്തും? ഇന്ത്യ മുഴുവൻ എത്തും അല്ലെ. ഇന്ത്യ മുഴുവനുള്ള ആളുകളിലോട്ട് എത്തുന്നതാണ്. ചിപ്സ് ഒക്കെ ഓണത്തിന്റെ സീസണിലൊക്കെ ധാരാളം ആളുകൾ വാങ്ങുന്നുണ്ട് കേട്ടോ ആമസോണിൽ നിന്നൊക്കെ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ലീഗൽ സൈഡ് എല്ലാം ഓക്കെ ആണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ലൈസൻസ് എടുക്കാനായിട്ട് സാധിക്കും. ഇനി ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ മുതൽ മുടക്കാണല്ലേ വരുന്നുള്ളൂ. അതിന്റെ കാരണം എന്താണ്? വീട്ടിലെല്ലാ ഐറ്റംസും നമുക്ക് ഉണ്ട്. അത് പാത്രങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഈ പ്രോഡക്റ്റുകളൊക്കെ നിർമ്മിച്ച് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീട്ടിൽ ഇത്തരത്തിൽ ബിസിനസ് ചെയ്യുന്നതിന്റെ എന്തെല്ലാം പ്രത്യേകതകളാണുള്ളത്? നമുക്ക് ലോ ഇൻവെസ്റ്റ്മെന്റിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ഫുഡ് ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റോട് കൂടി നമുക്ക് നിർമ്മിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചാൽ ആളുകൾ വീണ്ടും വീണ്ടും വാങ്ങാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. റിപ്പീറ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. ഇന്നത്തെ കാലത്ത് നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന ഐറ്റംസും ഓൺലൈൻ വഴി വിൽക്കാനായിട്ട് സാധിക്കും. സ്വിഗ്ഗി, സൊമാറ്റോ, അതുപോലെ തന്നെ നമ്മളുടെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ ഒക്കെ വഴി നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും. ഇനി അല്പം നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്കൊരു ബിൽഡിംഗ് ഒക്കെ റെന്റിന് എടുത്തിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കും. അതും വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയർ ആണ് കേട്ടോ. ഈ ലൈസൻസിലെല്ലാം അഡ്രസ്സ് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെ അച്ചാറൊക്കെ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് ഒരുപാട് ആളുകൾ നമ്മളൊക്കെ വഴി ആമസോണിലും ഒക്കെ വിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു സ്കില്ലുണ്ട്, എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാനായിട്ടുള്ള ഒരു സ്കില്ലുണ്ട്, ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുടെ സപ്പോർട്ട് അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സിന് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതെന്ന് ഉണ്ടാവില്ല. അതിന്റെ കാരണം ഓരോ ആളുകൾക്കും ഓരോരോ സ്റ്റൈലാണ് അല്ലെ. ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരിക്കും. ലീഗൽ സൈഡ്, എങ്ങനെ മാർക്കറ്റ് ചെയ്യാം, എങ്ങനെ പ്രൈസ് ഫിക്സ് ചെയ്യാം, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എങ്ങനെയാണ്, അങ്ങനെ A to Z ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളുടെ ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് നമ്മളോട് നേരിട്ട് വാട്സാപ്പിൽ സംശയങ്ങളൊക്കെ ചോദിക്കാനായിട്ട് സാധിക്കും. നമ്മൾ സംശയങ്ങളും ക്ലിയർ ചെയ്ത് തരുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഇത്തരത്തിലുള്ള ഒരു ബിസിനസ്സിന് നമ്മളുടെ ഒരു സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യുന്ന മെമ്പേഴ്സിന് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മളുടെ യൂട്യൂബ് ചാനൽ വഴി, ഇൻസ്റ്റാഗ്രാം വഴി നമ്മൾ പ്രൊമോഷൻ വീഡിയോ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് മാർക്കറ്റിങ്ങിനും ഒരു സപ്പോർട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്തോളൂ.